ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജൂലൈ 23 നമുക്കറിയാം, ജൂലൈ മാസം ഈശോയുടെ തിരുരക്തത്തിനായിട്ട് സമർപ്പിക്കപ്പെട്ട മാസമാണ്. നമ്മളെല്ലാവരും ഈശോയുടെ തിരുരക്തം കൊണ്ട് പൊതിയാനും ഈശോയുടെ തിരുരക്തം കൊണ്ട് വിശുദ്ധീകരിക്കപ്പെടാനും ഈശോയുടെ തിരുരക്തം നമ്മുടെ ഈ ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഓരോ ബലിയിലും പിതാവായ ദൈവത്തിന് കാഴ്ചവെച്ചുകൊണ്ട് മാപ്പാക്കണേ, കരുണ കാണിക്കണമേ, ഈ ലോകത്തോട് മാപ്പാക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവസാന കാലത്ത് നമ്മൾ കരുതി സൂക്ഷിക്കേണ്ടത് ഈശോയുടെ തിരുരക്തത്തിൻ്റെ ഒരു കടൽ തന്നെയാണ്. നമുക്കറിയാം, ജൂലൈ മാസം നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തിരുരക്തത്തിൻ്റെ വലിയ വെളിപ്പെടുത്തൽ കിട്ടിയ ഒരു വിശുദ്ധയാണ് സ്വീഡനിലെ വിശുദ്ധ ബ്രിജിറ്റ്. വിശുദ്ധ ബ്രിജിറ്റിൻ്റെ ഓർമ്മ ദിനമാണ് ഇന്ന്. സ്വീഡനിലെ വിശുദ്ധ ബ്രിജിറ്റിലൂടെയാണ് ഈ തിരുരക്തത്തിൻ്റെ വലിയ വെളിപ്പെടുത്തലുകൾ ലോകം അറിയുന്നത് തന്നെ. 1304 ജനിച്ചത്. രാജകുടുംബത്തിലാണ് ജനിച്ചത്. അമ്മ ജനിച്ച ഉടനെ മരിച്ചുപോയി. അപ്പോൾ ഒരു അമ്മായിയാണ് ബ്രിജിറ്റിനെ വളർത്തിയത്. 3 വയസ്സുള്ളപ്പോഴേ സംസാരശക്തി ഉണ്ടായിട്ടുള്ളൂ. ആദ്യമായിട്ട് ഉച്ചരിച്ചത് ദൈവസ്തുതികളാണത്രേ. ശരിക്കും സാധാരണ കുട്ടികൾക്കുണ്ടാകുന്ന വാശിയോ കോപമോ അനുസരണക്കുറവോ ഒന്നും ബ്രിജിറ്റിൽ കണ്ടില്ല. 10ാമത്തെ വയസ്സിൽ പീഡാനുഭവത്തെക്കുറിച്ചുള്ളൊരു പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അന്ന് രാത്രി ക്രൂശിതനായ ഈശോയുടെ ഒരു കാഴ്ച അവൾക്കുണ്ടായി. അവിടെ ഒരു സ്വരം കേട്ടു, എൻ്റെ മകളെ എന്നെ നോക്കൂ എന്ന് ദുഃഖാർത്തനായിട്ട് ഈശോ ചോദിക്കുകയാണ്. എന്നെ നോക്ക് എന്ന്. അപ്പോൾ അതിലും ദുഃഖാർത്തയായിട്ട് ബ്രിജിറ്റ് ചോദിച്ചു, ആരാണ് അങ്ങയോട് ഇങ്ങനെ ചെയ്തത്? അപ്പോൾ ഈശോ പറഞ്ഞു, എന്നെ നിന്ദിക്കുന്നവരും എൻ്റെ സ്നേഹം ഗ്രഹിക്കാത്തവരും. ഈശോയുടെ സ്നേഹം അറിയാത്തവർ, അവരാണിങ്ങനെ ഈശോയെ വേദനിപ്പിക്കുന്നതെന്ന്. അങ്ങനെ ഒരു ദർശനമുണ്ടായി. എന്നിട്ട് 16ാമത്തെ വയസ്സിൽ അപ്പൻ്റെ നിർദ്ദേശപ്രകാരം ഒരു രാജാവിനെ വിവാഹം ചെയ്തു. ഉൾഫ. 8 മക്കളുണ്ടായി. 8 മക്കളുണ്ടായ ശേഷം പിന്നെ അവർ പൂർണ്ണ വിരക്തി പാലിച്ച് 2 പേരും പ്രതിജ്ഞ ചെയ്ത് പിന്നെ ദരിദ്രർക്കായി ആശുപത്രി പണിയിച്ചു, തീർത്ഥാടനങ്ങൾ ചെയ്തു. അങ്ങനെ ഒരിക്കൽ യാത്ര ചെയ്ത് മടങ്ങി വരുമ്പോൾ ഭർത്താവിന് വയ്യാണ്ടായി. അങ്ങനെ ബ്രിജിറ്റ് അത്യന്തം സ്നേഹത്തോടെ ശുശ്രൂഷിച്ചു. പക്ഷേ അദ്ദേഹം ഒരു സിസ്റ്റേഴ്സ്യൻ ആശ്രമത്തിൽ കിടന്ന് മരിച്ചു. എല്ലാവരും പറയുന്നത് ഈ ഉൾഫോ രാജാവ് ഈ ആശ്രമത്തിൽ ചേരാൻ കാത്തിരിക്കുകയായിരുന്നത്രേ. അങ്ങനെ ഭർത്താവിൻ്റെ മരണശേഷം കുടുംബസ്വത്തൊക്കെ മക്കൾക്ക് ഭാഗിച്ചു കൊടുത്തിട്ട് പിന്നീട് വിശുദ്ധ ബ്രിജിറ്റ് ഒരു വെള്ളവസ്ത്രം മാത്രമാണ് ധരിച്ചുകൊണ്ടിരുന്നത്. ഭക്ഷണവും അപ്പവും വെള്ളവും മാത്രമാക്കി. വെള്ളിയാഴ്ച ദിവസം പ്രായശ്ചിത്തം അധികം വർദ്ധിപ്പിച്ചു. പിന്നെ ഈ ബ്രിജിറ്റ് മഠങ്ങൾ പലതും സ്ഥാപിച്ചു. അവസാനത്തെ 30 വർഷം ദിവസം തോറും ബ്രിജിറ്റ് കുമ്പസാരിച്ചിരുന്നു. ഈ വിശുദ്ധ ബ്രിജിറ്റിനാണ് പീഡാനുഭവത്തിൻ്റെ പല കാഴ്ചകളും രഹസ്യങ്ങളും കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. പിന്നീട് തൻ്റെ വിധവയായ മകളുടെ കൂടെ ഒരു വർഷം റോമയിലേക്ക് പോയി. ആ മകളാണ് വിശുദ്ധ കാതറിൻ. അങ്ങനെ അപ്പോൾ അമ്മയും വിശുദ്ധ, മകളും വിശുദ്ധ. പിന്നീട് 70ാമത്തെ വയസ്സിലാണ് ബ്രിജിറ്റ് മരിച്ചു പോകുന്നത്. വിശുദ്ധ ബ്രിജിറ്റിൻ്റെ ആപ്തവാക്യം എന്താണെന്നോ, സഹനം കൂടാതെ നമുക്കൊന്നും നേടാൻ പറ്റില്ല. സഹിക്കുക, സന്തോഷിക്കുക, സന്തോഷത്തോടെ സഹിക്കുക. ഇതാണ് വിശുദ്ധ ബ്രിജിറ്റ് നമ്മൾക്ക് തരുന്ന മാതൃക, ഉപദേശം. നമുക്ക് മത്തായി 7:12 നമ്മൾ കാണുന്നുണ്ട്, അന്യർ നിങ്ങളോട് എങ്ങനെ വ്യാപരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അതുപോലെ നിങ്ങൾ അന്യരോട് വ്യാപരിക്കുക. അപ്പോൾ കുറച്ച് സഹിക്കേണ്ടി വരും. ചിലപ്പോൾ അന്യർ നമ്മളെ താഴ്ത്തും. അങ്ങനെയാവുമ്പോൾ നമ്മൾ സഹിക്കണമല്ലോ. അതുകൊണ്ട് സഹിക്കുക എന്നുള്ളതാണ്, അത് സന്തോഷത്തോടെ സഹിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ജീവിതത്തിൽ ഒരുങ്ങി സ്വന്തമാക്കേണ്ട ഒരു വലിയ സുകൃതം. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം ഒരു ഓഡിയോ മെസ്സേജ് ഇട്ടിരുന്നു. ഈശോയുടെ തിരുരക്തത്തിൻ്റെ പ്രാർത്ഥന, 2 സ്വർഗസ്ഥനായ പിതാവും അത് ചൊല്ലുന്നവർക്ക് കിട്ടുന്ന ഇതൊക്കെ ഈ വിശുദ്ധ ബ്രിജീറ്റിലൂടെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഈ വിശുദ്ധ ബ്രിജീറ്റിൻ്റെ 15
ഒരിക്കൽ വിശുദ്ധ ബ്രിജീറ്റ് ഈശോയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യണ്ടേ, നിന്നെ എത്ര തവണ അവരടിച്ചു, ഞാൻ ഇതിന് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു കൊടുത്തതാണ്, എന്നെ 5480 ചമ്മട്ടിയടി ഏൽപ്പിച്ചിട്ടുണ്ട്. അതിനെ ആദരിക്കാൻ, അതിനെ ബഹുമാനിക്കാൻ, വണങ്ങാൻ ഈ പ്രാർത്ഥനകൾ ചൊല്ലണം എന്ന് പറഞ്ഞിട്ട് 15 പ്രാർത്ഥന, അതായത് പീഡാനുഭവ വാർഷിക പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനയുണ്ട്. അതൊരു വർഷത്തേക്ക് ചൊല്ലിയാൽ ഒരു വർഷം തികയുമ്പോൾ നമ്മൾ ഓരോ മുറിവിനെയും ബഹുമാനിച്ചിട്ടുണ്ടാകും. ആ പ്രാർത്ഥന ഒരു വർഷം ചൊല്ലുന്നവർക്ക് 21 വാഗ്ദാനങ്ങൾ ഈശോ കൊടുത്തിട്ടുണ്ട്. ഈ പ്രാർത്ഥനകൾ ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുരിശിൻ്റെ വഴിയായിട്ടും ചെല്ലാം. അത് നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടാകും. പീഡാനുഭവ വാർഷിക പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുള്ള പ്രാർത്ഥന സ്വീഡനിലെ വിശുദ്ധ ബ്രിജീറ്റയ്ക്ക് കൊടുത്ത സന്ദേശപ്രകാരമാണ് ഇത് വന്നിരിക്കുന്നത്. ഈ സന്ദേശങ്ങളെല്ലാം സഭ അംഗീകരിച്ചിട്ടുള്ളതാണ്. കത്തോലിക്ക സഭ 1966 നവംബർ 18 ഡിക്രിയാലുള്ള അനുമതിയോടെ ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 9-ാം പിയൂസ് മാർപ്പാപ്പ ഈ പ്രാർത്ഥനകൾ സത്യമാണ്, ആത്മാക്കൾക്ക് ഗുണപരമാണെന്ന് കണ്ട് അത് അംഗീകരിച്ചിട്ടുണ്ട് മെയ് 31. ബെനഡിക്റ്റ് 15-ാമൻ മാർപ്പാപ്പ വിശുദ്ധ ബ്രിജീറ്റയുടെ വെളിപ്പെടുത്തലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വിശ്വാസ സത്യങ്ങളുടെ അത്ര നമ്മൾ ഇതിനെ കണക്കാക്കുന്നില്ലെങ്കിലും നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ഇത് നല്ലതാണ് എന്ന് പറഞ്ഞ് സഭ അംഗീകരിച്ചിട്ടുള്ള പ്രാർത്ഥനയാണിത്. അപ്പോൾ ഈ 2 സ്വർഗസ്ഥനായ പിതാവും ചെല്ലുന്നതും വിശുദ്ധ ബ്രിജീറ്റയുടെ വെളിപ്പെടുത്തലുകളാണ്. 15 പീഡാനുഭവ പ്രാർത്ഥനകൾ. അതിൽ മുഴുവൻ ഈശോയുടെ തിരുരക്തത്തിനെ ഓർത്തിട്ടാണ് പ്രാർത്ഥന. 21 വാഗ്ദാനങ്ങളുണ്ട്. അതിന് നിങ്ങൾക്ക് ഈ പുസ്തകം കിട്ടും, എവിടെയും കിട്ടുന്നതാണ്. വർഷങ്ങളായിട്ടിത് പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ്. നമ്മുടെ കർത്താവിശമിശിഹായുടെ വിശുദ്ധ ഖബറിടത്തിങ്കൽ കണ്ടെത്തുകയും മാർപ്പാപ്പയും വിശ്വാസികളായ ചക്രവർത്തിനികളും ചേർന്ന് ഒരു വെള്ളിപ്പേടകത്തിൽ സൂക്ഷിച്ചതുമായിട്ടുള്ള സന്ദേശത്തിൻ്റെ പകർപ്പാണ് ഇത്. അപ്പോൾ ഈ കർത്താവിൻ്റെ ഖബറിടം കണ്ടെത്തിയത് നമ്മുടെ ഹെലന രാജ്ഞിയാണല്ലോ. അങ്ങനെ രാജ്ഞിമാർ, ഹംഗറിയിലെ രാജ്ഞിയും വിശുദ്ധ എലിസബത്തും മെറ്റിൽഡയും വിശുദ്ധ ബ്രിജീറ്റയും, അങ്ങനെ ഇവരൊക്കെ കൂടി കണ്ടെത്തിയിട്ടുള്ള ഒരു പ്രാർത്ഥനയുടെ ഒരു പകർപ്പാണ്, അതിലത്തെ സന്ദേശമാണ് ഇത്. ഈശോയുടെ പീഡാനുഭവത്തിന് എത്ര പേരുണ്ടായിരുന്നു? ആയുധധാരികളായ 150 പടയാളികളുണ്ടായിരുന്നു. 23 പേര് ചേർന്നാണ് ഈശോയെ ബന്ധിച്ചത്. നീതി നടപ്പാക്കാൻ 83 പേരുണ്ടായിരുന്നു. തലയിൽ 150 പ്രാവശ്യം അടിച്ചു, തോളിന് 80 പ്രാവശ്യം ചവിട്ടി, ഉദരത്തിന്മേൽ 108 പ്രാവശ്യം തൊഴിച്ചു. ഈശോയുടെ തലമുടിയിൽ 24 പ്രാവശ്യം കയറുകൊണ്ട് കെട്ടിവലിച്ചാണ് പടയാളികൾ എന്നെ നയിച്ചത്. ആ സന്ദേശത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് ആ എഴുത്തിൽ. പ്രിയ സഹോദരങ്ങളെ, അതുപോലെ 72 കൂർത്ത മുള്ളുകളുള്ള മുൾമുടി അണിയിച്ചതും 3 മുള്ളുകൾ ശിരസിൽ ആഴ്ന്ന് പതിച്ചതും, അങ്ങനെയൊക്കെ ഈശോ കുറേ വെളിപ്പെടുത്തലുകൾ കൊടുത്തിട്ടുണ്ട് ഈ പുണ്യവതിമാരിലൂടെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ആ ഓഡിയോ ഒന്നുകൂടെ സീരിയസായി എടുത്ത് 2 സ്വർഗസ്ഥനായ പിതാവേ, 2 നന്മ നിറഞ്ഞ മറിയമേ, 2 തൃത്വസ്തുതി എന്നും മരണം വരെ ഈശോയുടെ തിരുരക്തത്തിനെ ഓർത്ത് ചൊല്ലിയാൽ വലിയ വിടുതലാണ് നമുക്ക് കിട്ടുക. അതുപോലെ തിരുരക്തത്തിൻ്റെ സംരക്ഷണ പ്രാർത്ഥനയും സുകൃജപം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ. ഈശോയുടെ മുൾമുടിയിൽ നിന്നൊഴുകിയ തിരുരക്തമേ, പിശാചിൻ്റെ തല തകർക്കണമേ, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു 7 പ്രാർത്ഥന. പ്രിയ കൂട്ടുകാരെ, നമുക്ക് ഈ മാസത്തിൽ ഈശോയുടെ തിരുരക്തത്തിന് മാത്രം കൂടുതൽ ധ്യാനിക്കാം. ഈ മാസം മാത്രമല്ല, മരണം വരെ നമ്മൾ ധ്യാനിക്കേണ്ടത് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചിന്തിയ തിരുരക്തത്തിനെ ഓർത്താണ്. അതിനേക്കാൾ വലിയൊരു ധ്യാനം ഇല്ല. ഈശോയുടെ പാടുവീടുകളും ഈശോയുടെ തിരുമുറിവുകൾ, ഈശോയുടെ തിരുമുഖം, ഈശോയുടെ തിരുരക്തം, ഈശോയുടെ ദിവ്യബലി. ഈ തിരുരക്തവും തിരുശരീരവും തിരുപീഡകളാണല്ലോ ബലിയായിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇത് തന്നെയാണ് ഏറ്റവും വലിയ ധ്യാനം, ഏറ്റവും നല്ല ധ്യാനം. ഇതിനേക്കാൾ വലിയ ധ്യാനമില്ല. അതുകൊണ്ട് ഈശോയുടെ തിരുരക്തത്തിനെ നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് അറിയുമായിരിക്കും, ഈശോയുടെ തിരുരക്തത്തിൻ്റെ നാമത്തിലുള്ള ഒരു ദേവാലയം എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആകെ ഒന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. അത് പ്രഷ്യസ് ബ്ലഡ് ചർച്ച് തണ്ണീർമുക്കത്ത്, ചേർത്തലയിലുള്ള തണ്ണീർമുക്കത്താണ് ഈശോയുടെ തിരുരക്തത്തിൻ്റെ നാമത്തിലുള്ള
ഒരു പള്ളിയുള്ളത്. അവിടെ ഞാൻ പോയിട്ട് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് അയച്ച് തന്നിട്ടുള്ളതാണ്. ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ജൂലൈ മാസം ഈശോയുടെ തിരുരക്തത്തിൻ്റെ മാസമല്ലേ. അപ്പം അതുകൊണ്ട് ഈശോയുടെ തിരുരക്തത്തിൻ്റെ നാമത്തിലുള്ള ദേവാലയമാണ് ഈ തണ്ണീർമുക്കം തിരുരക്ത ദേവാലയം. ഈശോയുടെ തിരുരക്തത്തോടുള്ള അത്ഭുത അഭിഷേക സൗഖ്യ പ്രാർത്ഥനയുണ്ട്. അത് നമുക്ക് കൈകൾ വിരിച്ച് ക്രൂശിതനോട് നിയോഗം സമർപ്പിച്ച് വിശ്വസിച്ച് ഈ പ്രാർത്ഥന ചൊല്ലിയാൽ അനുഗ്രഹങ്ങൾ ലഭിക്കും. രക്ഷകനായ കർത്താവെ, അങ്ങേ തിരുരക്തത്തിൻ്റെ അത്ഭുത ശക്തിയിൽ ശരണപ്പെട്ട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും പൂർവീകരും വഴി വന്നുപോയ എല്ലാ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിച്ച് അങ്ങേ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. എല്ലാ പാപസാഹചര്യങ്ങളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയ അങ്ങയുടെ തിരുരക്തത്തിൻ്റെ കൃപയിൽ 1 പത്രോസ് 1:18-19 വചനം ഞങ്ങൾ വിശ്വസിക്കുന്നു. ക്രൂശിതനായ മിശിഹായെ, ഞങ്ങളുടെ അസ്വസ്ഥമായ ഹൃദയത്തെയും തളർന്ന മനസ്സിനെയും രോഗം ബാധിച്ച അവയവങ്ങളെയും അങ്ങേ തിരുരക്തമൊഴുക്കി സുഖപ്പെടുത്തണമേ. വ്യാകുല മാതാവിൻ്റെ മടിയിൽ വീണ യേശുവിൻ്റെ വിലയേറിയ തിരുരക്തമേ, സകല ബലിപീഠങ്ങളും ചിന്തപ്പെടുന്ന അമൂല്യ തിരുരക്തമേ, ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ ഉള്ളിലൊഴുകുന്ന പരിശുദ്ധ തിരുരക്തമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ക്രൂശിതൻ്റെ തിരുഹൃദയത്തിൽ നിന്നും ചിന്തിയ തിരുരക്തമേ, ഞങ്ങളുടെ നിയോഗങ്ങളിന്മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. അങ്ങേ പരിശുദ്ധാരൂപിയാൽ ഞങ്ങളെ നയിക്കണമേ. ആമേൻ. നമുക്ക് ഇന്നു മുതൽ മനസ്സിൽ വയ്ക്കാം, പ്രതിജ്ഞയൊന്നും ദൈവത്തിനു മുമ്പിൽ എടുക്കണ്ട. നമുക്ക് എല്ലാ ദിവസവും ഇനി മരണം വരെ ഈശോയുടെ തിരുരക്തത്തെ വിളിച്ചുള്ളൊരു പ്രാർത്ഥന ചൊല്ലാം. ഏതെങ്കിലും ഒരു പ്രാർത്ഥന, ഒരു സുഹൃത ജപമോ അല്ലെങ്കിൽ ഇപ്പോൾ വായിച്ച പ്രാർത്ഥനയോ അല്ലെങ്കിൽ അതിന് മുമ്പ് ഓഡിയോ ആയിട്ടിട്ട പ്രാർത്ഥനയോ, അതല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈശോയുടെ 5 തിരുമുറിവുകളിൽ നിന്നൊഴുകുന്ന ഈശോയുടെ വിലയേറിയ തിരുരക്തമേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി പിതാവായ ദൈവത്തിന് ഞങ്ങൾ ഈശോയുടെ തിരുരക്തം സമർപ്പിക്കുന്നു. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, മാപ്പാക്കണമേ, കരുണ കാണിക്കണമേ. ഇത് സിമ്പിളായിട്ട് നമ്മുടെ മനസ്സിൽ ഓർത്ത് പ്രാർത്ഥിക്കാവുന്നതേ ഉള്ളൂ. ഈശോയുടെ തിരുരക്തത്തിൻ്റെ വലിയ സംരക്ഷണം, വലിയ വിടുതൽ നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ. സ്വീഡനിലെ വിശുദ്ധ ബ്രിജീറ്റിനോട് പ്രത്യേകം നമുക്ക് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥന ചോദിക്കാം. മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ എന്ന് നമുക്ക് ചോദിക്കാം. അമ്മ വിശുദ്ധയായി, മകളും വിശുദ്ധയായി. പ്രിയ സഹോദരങ്ങളെ, വലിയ മധ്യസ്ഥം നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.